ഹായ് മക്കളെ, ഇനി നമുക്ക് ജെയ് 2026 ജനുവരി 24 ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് നടക്കാം. മാത്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി ഇന്റഗ്രേഷൻ കാണുന്നുണ്ട്, മെട്രിക്സ് കാണുന്നുണ്ട്, ഇതൊക്കെ കാണുന്നുണ്ട് അല്ലെ, ഡിറ്റർമിനൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ നമുക്ക് അവസാനം കാണുന്നത് ആൽഫ സ്ക്വയറാണ് അല്ലേ. എടാ ഇതാണ് എഫ് എക്സ് എന്ന് പറയുന്നുണ്ട്, ലിമിറ്റ് ഓഫ് എഫ് എക്സ് 0 എന്ന് പറയുന്നുണ്ട്, F1 1/4 എന്ന് പറയുന്നുണ്ട്, ഇതാണ് എ എന്ന് പറയുന്നുണ്ട്, ഇതാണ് ബി എന്ന് പറയുന്നുണ്ട് അല്ലേ. ഡിറ്റർമിനന്റ് ബി എന്താ 81 ആണ്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആൽഫ സ്ക്വയർ അല്ലേ. സോ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആൽഫ സ്ക്വയർ. അതിൽ തന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാ? ഒന്നാമത്തെ കാര്യം ഡിറ്റർമിനന്റ് ഓഫ് ബി എന്താ 81 ആണ് അല്ലെ. ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറഞ്ഞാലേ ഡിറ്റർമിനന്റ് ഓഫ് ബി ആരാ? അഡ്ജ് അല്ലേ. ഇതെന്താണ് 81 ആണ് അല്ലെ. എന്താ മക്കളെ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ്? ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എന്ന് പറഞ്ഞാലേ ഡിറ്റേ റേസ് ടു n-1 സ്ക്വയർ അല്ലേ. ഡിറ്റേ റേസ് ടു n-1 സ്ക്വയർ അല്ലേ അല്ലെ. അവിടെ n എന്ന് പറഞ്ഞ ഓർഡർ ഓഫ് ദ മെട്രിക്സ് എ അല്ലേ. എന്റെ ഓർഡർ 3/3 ആകുമ്പോൾ 3 അല്ലേ. അപ്പൊ n-1 3 - 1 2 ആവില്ലേ. അപ്പൊ 2 സ്ക്വയർ എന്താ 4 ആവും. ഡിറ്റേ റേസ് 4 എന്താ 81 ആ അല്ലെ. അവിടെ 81 എന്ന് പറഞ്ഞാലേ പ്ലസ് ഓർ മൈനസ് 3/4 അല്ലേ. പ്ലസ് 3/4 81 ആണ്, മൈനസ് 3/4 81 ആണ് അല്ലെ. അപ്പൊ ഡിറ്റേ എന്താ പ്ലസ് ഓർ മൈനസ് 3 അല്ലേ. പ്ലസ് 3 ആവാം അല്ലെങ്കിൽ മൈനസ് 3 ആവാം അല്ലെ. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എക്ക് 2 വാല്യൂ ഉണ്ട്, പ്ലസ് 3 ആവാം മൈനസ് 3 ആവാം അല്ലെ. ഇനി എന്താ ഡിറ്റർമിനന്റ് ഓഫ് എ? ഇതല്ല എ അല്ലെ. അതിന് ഡിറ്റർമിനന്റ് അപ്ലൈ ചെയ്താലേ ഫസ്റ്റ് റോ ബേസ് എക്സ്പാൻഡ് ചെയ്യാണ്. ഫസ്റ്റ് റോ ബേസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് പ്ലസ് അല്ലെ. എന്താ വരിക? ഇത് ഒഴിവാക്കിയാൽ 1/4 × 4 1 മൈനസ് ആൽഫ സ്ക്വയറിന്റെ F'1 ആവില്ലേ. ആൽഫ സ്ക്വയറിന്റെ F'1 ഇതില്ലേ ഡിറ്റർമിനന്റ് ഓഫ് എ വരിക അല്ലെ. ആ ഡിറ്റർമിനന്റ് ഓഫ് എയുടെ വാല്യൂ എന്താ പ്ലസ് 3 ആവാം അല്ലെങ്കിൽ മൈനസ് 3 ആവാം അല്ലെ. അപ്പൊ ഇത് രണ്ടായിട്ട് ചെയ്യണ്ടോ? രണ്ടായിട്ട് ചെയ്യണേ. ഒന്നാമത്തെ കേസ് 1 മൈനസ് ആൽഫ സ്ക്വയർ F'1 എന്താന്ന് കേസാ പ്ലസ് 3. പിന്നെയോ 1 മൈനസ് ആൽഫ സ്ക്വയർ F'1 എന്താന്ന് കേസാ മൈനസ് 3 അല്ലെ. ഈ കേസിൽ ഇത് ഇങ്ങോട്ട് പോയാലേ ആൽഫ സ്ക്വയർ F'1 എന്താ കിട്ടുക? 1 - 3 -2 അല്ലേ അല്ലെ. അപ്പൊ ആൽഫ സ്ക്വയർ എന്താ കിട്ടുക? -2/F'1 അല്ലെ. ഈ കേസിലോ ഇത് ഇങ്ങോട്ട് പോയി ഇത് ഇങ്ങോട്ട് എന്തായി 1 + 3 4 അല്ലേ അല്ലെ. 4 എന്താ ആൽഫ സ്ക്വയർ F'1 അല്ലെ. അങ്ങനെ ഇവിടെ F'1 എന്താ 4/, സോ F'1 ആൽഫ എന്താ ആൽഫ സ്ക്വയർ എന്താ വാട്ട് ഈസ് ആൽഫ സ്ക്വയർ 4/F'. ഈ രണ്ട് കേസിലാണെങ്കിലും ഒരു കേസിൽ ആൽഫ സ്ക്വയർ എന്താ -2/F'1 ആണ്, മറ്റേ കേസിൽ ആൽഫ സ്ക്വയർ എന്താ 4/F'1 ആണ്. ഈ രണ്ട് കേസിലാണ് നമുക്ക് എന്ത് കാണാം? ആൽഫ സ്ക്വയർ ആണ് F'1 കാണണ്ടേ അല്ലേ. എന്താ എഫ് ഓഫ് എക്സ് ഇവിടെ? എന്താ എഫ് ഓഫ് എക്സ്? ആ ഇന്റഗ്രേഷൻ അല്ലേ എഫ് എക്സ്. ഇതല്ലേ എഫ് എക്സ്. എഫ് എക്സ് ആരാ? ഇന്റഗ്രൽ ഓഫ് 7x⁻10 + 9x⁸8 by 1 + x² + 2x⁻9 ഹോൾ സ്ക്വയർ. ഇതല്ലേ എഫ് എക്സ് അല്ലേ. പക്ഷെ നമുക്ക് കാണാൻ അറിയാം F'1 അല്ലേ അല്ലെ. F'1 ആണെങ്കിൽ ഞാൻ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം F'(x). വാട്ട് ഈസ് F'(x)? മക്കളെ F'(x) കാണുമ്പോഴേ ഇതിന് ഡിഫറൻഷിയേഷൻ അല്ലേ. അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യില്ലേ അല്ലെ. അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴേ ഈ ഇന്റഗ്രേഷൻ പോവില്ലേ. അപ്പോൾ ആരെ വരിക? 7x⁻10 + 9x⁸8 ഡിവൈഡ് ബൈ 1 + x² + 2x⁻9 ഹോൾ സ്ക്വയർ ആവില്ലേ. ഇതാണിത് F'(x) അല്ലെ. ഇത് F'(x) ആണെങ്കിലേ എന്താ F'(1) വരിക? x1 കൊടുത്താൽ പോലെ അല്ലെ. x1 വരിക 7 + 9 അല്ലെ. അവിടെ x1 ഇത് 1 ആണ്. അപ്പൊ 7 + 1 ഇത് 1 ആണ്, ഇത് 1 അല്ലേ. അപ്പൊ 2 + 1 3 ആണ്, 3 + 1 4 അല്ലേ. 4 സ്ക്വയർ എന്താ 16. അപ്പൊ 16/9 + 7 16 അല്ലേ. 16/16 1 ആവില്ലേ അല്ലെ. അപ്പൊ F'(1) എന്താണ് 1 ആണ്. അവിടെ F'(1) x1 കൊടുത്തു. x1 മുകളിൽ 16 ആ, താഴെ 1 + 2 4 സ്ക്വയർ 16 അല്ലേ. അപ്പൊ അത് 1 അല്ലേ. F'(1) എന്താണ് 1 ആണ്. F'(1) ആകുമ്പോഴേ F'(1) 1 ആകുമ്പോൾ ഇവിടെ ആൽഫ എന്താ ആൽഫ സ്ക്വയർ എന്താ -2/1 -2 അല്ലേ. പക്ഷെ ആൽഫ സ്ക്വയർ നെഗറ്റീവ് ആവില്ലല്ലോ. ഒരു നമ്പറിന്റെ സ്ക്വയർ ഒരിക്കലും എന്താ നെഗറ്റീവ് ആവില്ല. ഒരു റിയൽ നമ്പറിന്റെ സ്ക്വയർ എന്താ നെഗറ്റീവ് ആവില്ല അല്ലെ. ഇവിടെ എന്താ വരിക? ആൽഫ സ്ക്വയർ എന്താണ് 4/1 അല്ലേ. അപ്പൊ 4/1 അല്ലേ. ആൽഫ സ്ക്വയർ എന്താ 4. ആൻസർ ഓപ്ഷൻ 4 അല്ലേ വരിക. ഇവിടെ ശരിക്കും ആ ലിമിറ്റിന്റെ കേസോ F(1) = 1/4 യൂസ് ചെയ്തില്ല അല്ലെ. അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഇന്റഗ്രേഷൻ കാണുമ്പോഴേ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ആദ്യം ആ ഇന്റഗ്രേറ്റ് ചെയ്ത് നിൽക്കും. ആ ഇന്റഗ്രേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്റഗ്രേഷൻ ആണ് അല്ലെ. അപ്പോൾ അത് ചെയ്യാൻ നിൽക്കും. അത് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞത്. അതില്ലാണ്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. ബേസിക് ആയിട്ട് ഐഡിയ പറയും അല്ലെ. ആ മാത്സിന്റെ കേസിലേ എന്താണോ നമുക്ക് വേണ്ടത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്.